വേപ്പിലക്കട്ടി ഉണ്ടാക്കിയാലോ? സോറി, വേപ്പില ചമ്മന്തി. ചിലർക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലപോലെ മൂത്ത് നിൽക്കുന്ന വേപ്പിൽ നിന്ന് പറിച്ചെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി ഇടുക. എന്നിട്ട് ചീനച്ചട്ടി കൊണ്ടുവന്നിട്ടിട്ട് 4 ഇളക്കം അങ്ങോട്ട് ഇളക്കുക, മാറ്റി വയ്ക്കുക. എന്നിട്ട് 1.5 മുറി നാളികേരം നല്ല അന്തസ്സായിട്ട് അങ്ങോട്ട് ചിരുകിടുക. ഡ്രൈ ആയിരിക്കുന്ന ചീനച്ചട്ടിയിലേക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനെയും 4 ആട്ട് കെട്ടുക. 4 ഇളക്കം അങ്ങോട്ട് ഇളക്കുക. എന്നിട്ട് നല്ലപോലെ മൂത്ത് വരിക. അതിന് വേണ്ടി കുറച്ച് സമയം വീണ്ടും അങ്ങോട്ട് ഇളക്കുക, വെയിറ്റ് ചെയ്യുക. വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കറച്ച് പോകും. നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ധൈര്യമായിട്ട് ഒഴിച്ചോ. ഫ്രിഡ്ജിൽ വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. ഓൾറെഡി നമ്മുടെ നാളികേരപ്പീരിയയിൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളകി വരുമ്പോൾ കുറച്ചധികം വറ്റൽ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതും നല്ലപോലെ അങ്ങോട്ട് ഇട്ട് ഇളക്കി നല്ല രീതിയിൽ അങ്ങോട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് ചന്നം പിന്നെ മരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ ലുക്ക് അങ്ങനെ ആകെ മാറിക്കോളൂ കേട്ടോ. അങ്ങനെ ഉള്ളി ഇട്ടിട്ട് പിന്നെയും ഇളക്കുക. ഈ ഇളക്കൽ. എന്നിട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ട് വരിക. അതിൻ്റെ കളർ അങ്ങോട്ട് മാറുന്നത് വരെ ഇളക്കുക. ഇനി ഞാൻ ചെയ്യാൻ റെസ്റ്റ് എടുക്കട്ടെ, നിങ്ങൾ വീഡിയോ കാണാം കേട്ടോ. ഇപ്പോൾ ഉള്ളി ഇട്ടു. ഓക്കെ, ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതും നോക്കി നിന്ന് കൈ കഴിക്കാതെ ഇളക്കി കൊടുക്കുക. കാരണം അടി പിടിക്കരുതല്ലോ. അടി പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് അപ്പാടെ മാറിപ്പോകും. അങ്ങനെ ആ ഇളക്കി വെച്ചിരിക്കുന്ന ഉള്ളി, വറ്റൽമുളക്, നാളികേരത്തിലേക്ക് 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി കീറിയിട്ട് കൊടുക്കുക. അതും നല്ലപോലെ ഡ്രൈ ആവുന്നവരെ ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേനും നാളികേരം ഒരു പരിവായിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ചുവന്നുള്ളിയും വറ്റൽമുളകൊക്കെ കിടന്ന് നല്ല സൗന്ദര്യത്തിലാണ് നിൽക്കേണ്ടത്. ഇതേ ഇരിക്കുന്നു വേപ്പില. നല്ലപോലെ പൊടിച്ചെടുക്കുക. നമ്മൾ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന വേപ്പില ഉണ്ടല്ലോ, അത് പൊടിച്ചെടുക്കുക. നമ്മളത്തേനും ഇപ്പുറത്തിരിക്കുന്ന നാളികേരം നല്ല മൂത്ത് നല്ല റെഡിഷ് കളറായിട്ടുണ്ട്. ഇനി അത് ആ സ്റ്റൗവിൽ നിങ്ങൾ ഇറക്കി വെച്ചേക്കേ, അല്ലെങ്കിൽ അത് വീണ്ടും കരിഞ്ഞു പോകാൻ സമ്മതിക്കരുത് കേട്ടോ. ഒരു കാരണവശാലും സമ്മതിക്കരുത്. അതിനെ എടുത്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. പുള്ളിക്കാരനെ കൊണ്ട് ഈ രണ്ടും കൂടെ, അതായത് വേപ്പിലയും നാളികേരവും എല്ലാനും കൂടെ മിക്സിയിലിട്ട് ഒരു 3-4 അടി. എന്തൊരു ടേസ്റ്റാണെന്നറിയോ ചമ്മന്തിപ്പൊടി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാതെ പുറത്ത് വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഓക്കെ, നിങ്ങളുണ്ടാക്കി നോക്കണം കേട്ടോ.